ഇതെന്റെ കൂട്ടുകാരൻ തങ്കൻ തങ്കൻ തങ്ക തങ്കന്റെ SRK ജിനിയെ കണ്ടിട്ട് കണ്ടിട്ട് എന്തായാലും ഇറങ്ങണം. ഇപ്പൊ കണ്ണമാമ ഞാൻ പോയിട്ട് വരാം കേട്ടോ. കഴിയൊരു കണ്ണാ നീ എന്തിനാ വന്നത്? പിന്നെ കണ്ണാപ്പി ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. ഇവൻ ഒളി ക്യാമറ സ്പെഷ്യലിസ്റ്റ് ആണ്. ഇവ കണ്ണാപ്പി വീഡിയോ എടുക്കുന്നതാ, നിങ്ങളാരും കണ്ടില്ലേ? നിന്റെ ക്യാമറ തള്ളിയിരിക്കുന്ന നിനക്ക് തള്ളിയിരിക്കാൻ പിന്നെ പ്രത്യേകിച്ച് വേറെ ഒന്നുമില്ലല്ലോ. ആ ക്യാമറ എങ്കിലും ഉണ്ടല്ലോ കണ്ണാപ്പി. ശരിക്കും ചത്തു. ഹലോ ഹലോ ഇപ്പോഴാണ് തെളിഞ്ഞത്. നീ ഇറങ്ങ്, ഇത് ബാബു ഷെട്ടിന്റെ ഗിഫ്റ്റ് ആണ്. ഇറങ്ങ്. ഓ എനിക്ക് വേണ്ടി ഗിഫ്റ്റ് കൊണ്ടുവന്നാണ് പാത്തോ. താങ്ക് യു സോ മച്ച്. പക്ഷേ ബാബു ഷെട്ട് താക്കോല് കളഞ്ഞു. ഇപ്പൊ എച്ചമർത്തി സ്റ്റാർട്ട് ആക്കി. അത് പ്രശ്നമില്ല. അപ്പുറത്തെ പറമ്പെന്ന് കിട്ടിയാന്നുള്ളൂ. പോയായിരുന്നു. ഞാൻ തപസ്സിച്ചപ്പോ ദൈവം വന്നപ്പോ ഈ അത്ഭുത ജീവികളുടെ സ്കൂട്ടർ തന്നു. ഓ താങ്ക് യു സോ മച്ച് പാത്തോ. ബാബു ഷെട്ട് സുന്ദരനായിട്ടുണ്ടല്ലോ. എത്ര നാളായി കണ്ടിട്ട്. ഓ അങ്ങനെ പോകുന്നു. എന്ത് ചെയ്യണം? ദൈവം ഓരോ വർഷം പ്രായം കൂടുമ്പോഴും സൗന്ദര്യമാണ് എക്സ്ട്രാ തരുന്നത്. ബാബു ഷെട്ട് ഇതൊക്കെ തിന്നുകഴിഞ്ഞാലുണ്ടല്ലോ ഇനി സൗന്ദര്യം കൂടും. കിട്ടുന്നുണ്ടോ ഞാൻ തരുന്നത്? ഇല്ല. എന്നാ വണ്ടിന്ന് ഇറങ്ങണം. ഓക്കെ ഓക്കെ. അയ്യോ നടു റോട്ടിൽ ഇറങ്ങിയാ വണ്ടി ഇടിച്ചു പോകും. അത് കുഴപ്പമില്ല, സൈഡിൽ ഒതുക്കാം. ബാബു ഷെട്ട് സുഖാണോ? അങ്ങനെ പോകുന്നു പാറ്റോ. എന്ത് പറയാനാണ്? ഡിമാൻഡൊന്നും പോയിട്ടില്ല. പിന്നെ ബാബു ഷെട്ടൊക്കെ നല്ല ഡിമാൻഡുള്ള ആളല്ലേ? അല്ലെ കണ്ണാ? വയസ്സാവുന്നവർ ഡിമാൻഡ് കുറയും. ബാബു ഷെട്ടിനെ കിട്ടിയോ? ഞാൻ തരുന്നത് ഞാൻ കിട്ടിയിട്ടില്ല. കെട്ടാം, നിർബന്ധിച്ചാൽ കിട്ടാം അല്ലേ? കുറെ പേഴ്സ് ഉണ്ട് അല്ലേ? അതെ കിട്ടണം. പിന്നെ അധികം നാളില്ല. ബാബു ഷെട്ടിനോട് ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ? ചോദിച്ചോളൂ. ബാബു ഷെട്ട് മാത്തമാറ്റിക്സാ? മാത്സ് ആണോ? മാത്സ് ആണെങ്കിൽ ഐ ആം ജീനിയസ്. എനിക്കറിയില്ല ഒന്നും. എന്നാ കാൽക്കുലേറ്റർ എടുത്തോ. ഓക്കെ പറഞ്ഞോളൂ. എന്നിട്ട് ബാബു ഷെട്ട് എനിക്ക് നമ്പർ തരുമോ? അത് ഇതൊരു നമ്പർ ആയിരുന്നല്ലേ? ഓക്കെ അതല്ല, എനിക്ക് മെസ്സേജ് അയക്കണമെങ്കിൽ നമ്പർ വേണം. അങ്ങനെ ഇത് നമ്പർ ഷെയർ ചെയ്യുന്നത് എങ്ങനെയാണ്? ഇപ്പൊ പണ്ടത്തെ പോലെ എന്നെ നോക്കൂ, എന്റെ കണ്ണി നോക്കൂ. കണ്ണി നോക്കി. എനിക്ക് തരൂ. ഓക്കെ നമ്പർ. ഇത് ആരൊക്കെ നമ്പർ കിട്ടിയല്ലോ? ഞാൻ തരാം. ഓക്കെ കിട്ടിയാ? ആള് കൂടി നിന്നോണ്ടാണ് വരാത്തെന്ന് തോന്നുന്നു. ഇപ്പൊ വന്നായിരുന്നോ? കിട്ടി. ഓക്കെ ഇപ്പൊ അല്ലേ? നമ്മുടെ ലിസ്റ്റാണോ? ബാബു ഷെട്ടിന്റെ വണ്ടി മാറിടാ. Nithin Sebastian bro, thank you so much for the 37 AED bro. Thank you so much bro. Thank you so much, means a lot. ബാബു ഷെട്ട് പറഞ്ഞാലേ മാറുള്ളൂ. ബാബു ഷെട്ട് പറഞ്ഞോ. അതെ ലെക്സാണ്, നമ്മുടെ ലെക്സാണോ? ഹലോ നിങ്ങളുടെ ലെക്സ് തന്നെ ആണോ? എന്നാലും ഇറങ്ങ. അല്ല അതല്ല, ഇത് ഞാൻ വേറെ ആളാണെങ്കിലും ഇറങ്ങ. വണ്ടി എന്റെ ആണേ. അതാ വണ്ടി ബാബു ഷെട്ടിന്റെ. നീ ഇറങ്ങി. എന്തൊക്കെയുണ്ട്? കുഴപ്പമില്ല, കുറച്ചിരുന്നുണ്ട്. അത് കഴിഞ്ഞ് ഞാൻ ഗാരേജിൽ നിന്ന് എടുത്തോളാം. ഇതാരായിരുന്നു? ഹലോ ഹാപ്പി ബർത്ത്ഡേ ടു യു. താങ്ക് യു സോ മച്ച്. ആരായിരുന്നത്? ഹലോ ഗിഫ്റ്റ് വാങ്ങിക്കൂടെ? വാങ്ങാം. അലീനയോ? അലീനയൊക്കെ വന്ന ഗിഫ്റ്റ് എന്താ? അത് മിണ്ടാതിരുന്നാലും മുഖം മാറണ്ടേ? അലീന എന്തൊക്കെ ചെയ്തും കഴിയും. വൃത്തിയിട്ട മോന്റെയും അലീന ഉമ്മതൊരു മൂളലും മൂളിയാ പോലെ ആ വൃത്തിയിട്ട സൗണ്ട് ഞാൻ കേൾക്കണ്ടേ? എനിക്ക് മനസ്സിലായി അലീനായിരുന്നു. ഇതെന്റെ കൂട്ടുകാരൻ തങ്കൻ തങ്കൻ തങ്ക. അലി സുഖല്ലേ? ഒരു മിനിറ്റ്. തങ്കമ്പുറം ഒന്ന് ഇങ്ങോട്ട്.
ഒറ്റ കാര്യം പറയാലോ തങ്കന്റെ അണ്ടി SRK. പിന്നെ പ്രശ്നം ഇനി വന്നേ ജെനിഫർ പാർട്ടി അറേഞ്ച് ചെയ്തിട്ട് ബാബുശ്ശേന്റെ അടുത്ത് അപ്പാർട്ട്മെന്റ് വരാൻ എന്റെ അടുത്ത് പറഞ്ഞു. കുറച്ചുകൂടെ ഒന്ന് ഇരുട്ടിക്കോട്ടെ, ഞാൻ പോകുന്നുണ്ട്. അത് ഇപ്പൊ കുറച്ചുനേരം ജെനി കാണത്തുള്ളേ, അപ്പൊ ഒന്ന് കണ്ടേച്ച് നമുക്ക് ബാക്കി പാർട്ടി സെറ്റ് ചെയ്യാലോ. ഉറപ്പിട്ട് അങ്കി അങ്ങോട്ട് പോയിട്ട് വരാം. എന്നാ അഖില സുണ്ണി ബ്രോ താങ്ക് യു സോ മച്ച് ഫോർ ദ 5000 rupees ബ്രോ, താങ്ക് യു സോ മച്ച്. അതാരാ അഖില സുണ്ണി ബ്രോ? അതാരായിരുന്നു? അക്കി ബ്രോ അല്ലേ അത്? അഖില സുണ്ണി അക്കി ബ്രോ അല്ലേ? ഒരു മിനിറ്റ് അക്കി ബ്രോ താങ്ക് യു സോ മച്ച്. അതിന്റെ ഇടയിൽ അക്കി ബ്രോയുടെ എന്തോ ചലഞ്ച് കൊണ്ട് വന്നിട്ടുണ്ടേ. അക്കി ബ്രോ എന്തോ ചലഞ്ച് കൊണ്ട് വന്നിട്ടുണ്ടേ. ഒറ്റ മിനിറ്റ് അക്കി ബ്രോ, ഇപ്പൊ നോക്കാവേ. ഞാൻ ഓഫ് ആക്കിട്ട് ഹലോ ഹലോ താങ്ക് യു ബ്രോ, താങ്ക് യു സോ മച്ച്. വെള്ളം ഉണ്ടോടാ കയ്യില്? ഉണ്ടല്ലോ. ഓക്കെ ബ്രോ, വിൽ സീ യു മീറ്റ് യു. ആരാണോ എന്തോ ബാക്കി പറയാൻ സമ്മതിച്ചില്ല, കട്ട് ചെയ്തു. പോക്കറ്റ് ഇടിയാണോ അന്ന് മാറി നിക്കാവടാ മോനെ? പോക്കറ്റ് ഇടി മോനെ. മോനെ 311 ഡി ബൺ ബൺ 311 അതെ ഞാൻ താഴെ കിട്ടിയോ? കിട്ടി എന്റെ കയ്യിൽ ഇതേ ഉള്ളൂ. വിഷ് യു ഹാപ്പി ഓ ബർത്ത്ഡേ. താങ്ക് യു സോ മച്ച്. കയ്യിൽ എന്താണ് കിട്ടിയെന്ന് പോലും കണ്ടില്ല, എന്നാലും താങ്ക് യു സോ മച്ച്. ഓക്കെ ഒറ്റ മിനിറ്റ് ഒരാളെ കണ്ടിട്ട് വരട്ടെ. ഇതാവരുന്നേ. അയ്യോ ബ്രോ അയക്കാനായിരുന്നു. ഒറ്റ മിനിറ്റ്. അതിന് 311 അല്ല കിട്ടിയില്ലേ? ബാബു 500 വെച്ച് 4 പുതിയ സ്ട്രീമേഴ്സിനെ അയച്ചു കൊടുത്തിട്ട് എന്റെ ബർത്ത്ഡേയാണ്, എന്റെ പേരിൽ എന്തെങ്കിലും നല്ല കാര്യങ്ങൾ ചെയ്യണേ എന്ന് അയക്കണം. കണ്ടിട്ടുണ്ട്. ഞാൻ ഇപ്പൊ ആക്കി ബ്രോ, ഇപ്പൊ ഞാൻ കേറി സൂപ്പർ ചാറ്റ് ചെയ്യുന്നതായിരിക്കും. ഒറ്റ മിനിറ്റ് ആക്കി ബ്രോ, സൂപ്പർ ചാറ്റ് കിട്ടുന്നുണ്ട്. ഇപ്പൊ അല്ല പൈസ ഉണ്ടായിരുന്നു എനിക്ക്. അവന്റെ കൊണ്ടുപോയി എടാ പൈസ അക്കി ബ്രോ ചലഞ്ച് സെറ്റ് ഇതാ ചെയ്യാൻ പോകുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു. ഒറ്റ മിനിറ്റ് അലി ബർത്ത്ഡേ ആയിട്ട് എന്റെ ബെച്ചിക്ക് എനിക്കൊന്നും തരായില്ലേ? ഞാനത് തപ്പുമായിരുന്നു നോക്കട്ടെ. ഒട്ടും ഉപയോഗമില്ലാത്ത എന്തെങ്കിലും ആയിരിക്കും അല്ലേ? അത് നിന്റെ കെട്ടും ചന്ദ്രന് കൊണ്ട് കൊടുത്താ മതി കേട്ടോ. അയ്യോ അറിയാണ്ട് കഴിച്ചു. അവസാനം ഇരുന്ന ബർഗറും ഗിഫ്റ്റ് പറഞ്ഞ് ഒട്ടിച്ച് കഴിക്കണേ അലീന. കിട്ടി ബ്രോ. എടാ കണ്ണമണി, എനിക്ക് ചെറിയൊരു ചാലഞ്ച് കിട്ടി. ഞാൻ ഒന്നും ചെയ്തിട്ട് വരട്ടെ. എന്ത് ചാലഞ്ചാ? ആ ചലഞ്ച് പറഞ്ഞാൽ എനിക്ക് നിന്നെ കാണേണ്ടി വരും. എനിക്ക് താല്പര്യമില്ല. അല്ല കാര്യം പറ. അത് പരിചയമില്ലാത്ത ഒരു 4 മറ്റേ ആൾക്കാർക്ക് ഹാപ്പി ഹാപ്പി ബർത്ത്ഡേ പള്ളിയിലും നേർച്ചയിടണം എന്ന് പറഞ്ഞ് ഇതാ കൊടുക്കണം. 500 രൂപ കൊടുക്കണം. അതല്ലേ? അതെ നിനക്ക് അയക്കിട്ട് വരണം. അറിയില്ല, നമ്മളിപ്പോ അത്ര പരിചയമൊന്നുമില്ല. ഞാൻ വേണേ വണ്ടിയിലൊക്കെ മാറിയിക്കാം. ഞാൻ വേണേ കുറച്ചുകൂടെ പറഞ്ഞുതരാം. നീ പറയണ്ടോ? എനിക്ക് കണ്ടുപിടിക്കാൻ അറിയാം. എന്നാ ആവശ്യമായിട്ട് പോയി കണ്ടുപിടിച്ചിട്ടാ പോട്ടോ. ഓക്കെ ഞാൻ വണ്ടി ഇരുന്നോളാം കേട്ടാ. കൊല്ലില്ലേടാ എന്നെ കണ്ണാ. നോക്കടാ ബോർഡും പിടിച്ചൊക്കെ നിക്കണ്ടാ. ജെനി അപ്പാർട്ട്മെന്റ് ജെനിയെ കണ്ടിട്ട് പോവായിരുന്നു. ജെനിയെ കണ്ടിട്ട് എന്തായാലും ഇറങ്ങണം. എന്താ ജെനിയെ കണ്ടിട്ട് ചാലഞ്ച് ചെയ്യും ആവശ്യം. ജെനിയെ കണ്ടിട്ട് ചാലഞ്ച് ചെയ്യാം. അതൊക്കെ ഇപ്പൊ പറയും. ഈ കൂടെ ആരടാ? അത് തങ്കൻ, അത് മറ്റേ തങ്ങനോ? ഇത് നമ്മുടെ ഇറ്റാർക്കല്ലടാ. അല്ലല്ലോ കേറട്ടെ. ബാബുശ്ശേടെ കയറ്റി കൊടുത്ത അങ്ങോട്ട്. എങ്ങോട്ടെ വരാ? ലാസ്റ്റ് പോരെ എടുത്തോട്ട് പെണ്ണുപിടിക്കാൻ പോവാണോ?
ലാസ്റ്റ് മതി ഓക്കെ സെറ്റ് ലാസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലേ എന്നെയും കാത്ത് താഴെ വീട്ടിൽ കുറച്ചൊരു വന്ന് നിൽപ്പുണ്ട് കേട്ടോ ഗൈസ്. ഞാൻ ലൈവ് ഇട്ടതിന് ശേഷമാണ് ആ ഒരു പ്ലാൻ വന്നത്. 8:30 എന്റെ പുതിയ വാച്ചിൽ ഏകദേശം 8:30 ആയി. നീ തന്ന ഗിഫ്റ്റ് ആണെന്ന് ഞാൻ ഓൾറെഡി ലൈവിൽ പറഞ്ഞായിരുന്നു. നിന്നെ ഗൈസ് എനിക്ക് ഗിഫ്റ്റ് എന്ന ഒരാളെ ലൈവിൽ കാണിക്കാൻ ആള് പറഞ്ഞു. ഞാൻ പറഞ്ഞ അപ്പാർട്ട്മെന്റിൽ കയറണേ വാടേ അപ്പൊ കളി തന്നെ ഞാൻ ആർപ്പ് നമ്മള് കയറില്ല കേട്ടാ. ഇല്ല ഞാനങ്ങനെ അന്യന്റെ ഇവിടെ കയറി നോക്കാറില്ല. അന്യന്റെ കൂടെ അല്ലടാ ബാബുവിന്റെ കൂടെ വിളിക്കുന്നേ. നീ വാ. ഇല്ല അപ്പാർട്ട്മെന്റ് ഒറ്റയ്ക്കല്ലാതെ ആവശ്യം പറഞ്ഞേക്കുന്നേ. അപ്പൊ അത് ഒറ്റയ്ക്കെല്ലാം പറഞ്ഞ ഒറ്റയ്ക്കെല്ലാം ഉണ്ട്. കേറി വരട്ടെ. എത്രയായിരുന്നു? അതെ ഇത് ശബ്ദം ഇത് ഞാനും വരുന്നു. വേണ്ട കണ്ണമണി നമ്മൾ ഒരേ ബ്ലഡ് ആണ്. അങ്ങനത്തെ ഒരു ബർത്ത്ഡേ ബേസ് വാങ്ങാൻ ഞാൻ ഒറ്റയ്ക്ക് പോകുന്നേ നല്ലത്. ചിലപ്പോഴേ പറയാൻ പറ്റില്ല. ആ കൊച്ചു നല്ല രീതിയിൽ ബർത്ത്ഡേ ബേസ് ചെയ്യുമ്പോഴേ ചിലപ്പോ കൂടെ പരിചയക്കാരുണ്ടെങ്കിൽ ചിലപ്പോ ബിസ് അത്രയും ഡീപ്പായിട്ട് പറയണമെന്നില്ല. അത് മനസ്സിലായി. പക്ഷെ ഇത് ഏറ്റവും താഴെ മൂന്ന് 3 സ്റ്റാർട്ട് ചെയ്യുന്ന 3 ഏറ്റവും താഴെ പോയിട്ട് ഏറ്റവും താഴെ അല്ല, ഏകദേശം മിഡിലായിട്ട് വരും. 1 സീരീസ് കഴിഞ്ഞ് 2 കഴിഞ്ഞിട്ട് 3 സീരീസ്. ഇങ്ങനെ എടുക്കണോ? ഇത് ഭയങ്കര പാടില്ല. ജെറിച്ച് ഓപ്ഷൻ വെച്ചൂടെ ഇവരൊക്കെ? ഒരു ജെറിച്ച് സെർച്ച് ഓപ്ഷൻ വെക്കായിരുന്നു. ഇതിപ്പോ ഇതിന്റെ പേര് ഞാൻ പറഞ്ഞുതരാം. മൂന്നെടുത്തോ? 3 റൂമിലോട്ടൊക്കെ പോണെന്നൊക്കെ അപ്പൊ കളി തന്നെ. ഇവ എന്താ പറയുന്നത്? ഈ മുല്ലാക്ക 3349 കേറിക്ക്. കണ്ണമണി ഈ ഹെഡ്സെറ്റും കണ്ണാടിയൊക്കെ ഇവിടെ ഊരി വെച്ചിട്ട് പോകുന്നതല്ലേ നല്ലത്. ഇപ്പൊ കണ്ണമാമ ഞാൻ പോയിട്ട് വരാം കേട്ടോ. കേറിക്ക് 3349 ഒരു ഞാൻ നോക്കിക്കോളാം. ഇപ്പോഴേ കൈ വേദനിക്കണ്ട. പേടി എന്തേലോട്ടോ? എനിക്ക് എന്റെ പേര് കണ്ണമ്മനെ. കണ്ണൻ മോനെയല്ല, നീ മുതൽ കണ്ണൻ മാമ. ഒരു ബർത്ത്ഡേക്ക് എന്തൊക്കെ സെറ്റ് ചെയ്തല്ലേ? ഞാൻ പോയിട്ട് അപ്പാർട്ട്മെന്റ് വരെ എത്തി. പോയിട്ട് 3349 താഴെ പോയി പെട്ടെന്ന് പോയിട്ടോ കണ്ണമ്മനെ. അപ്പൊ എല്ലാവരും അനുഗ്രഹങ്ങളും കേട്ടോ. ശരി, എല്ലാവിധ അനുഗ്രഹങ്ങളും. കേറിക്കോ. ആക്രാന്തം കാണിക്കല്ലേ? അതാരാ അത് ആക്രാന്തത്തിനെ പറ്റി സംസാരിക്കുന്നേ? എടാ റൂം അടച്ചടാ. അതൊക്കെ ഇപ്പൊ തുറന്നു തരും. ആണോ? ഒന്ന് കൊട്ടാൻ വെയിറ്റ് ചെയ്യല്ലേ? ഡോറ് തുറന്ന് കണ്ണാ. ഓ എന്റെ വേറൊത്തം കയറിപ്പോ ആ സമയത്ത് എടാ കരിമേലി അവിടെ കാണും. കഴിവേര് കണ്ണാ, നീ എന്തിനാ വന്നത്? കണ്ണാ കണ്ണി പഠിക്കാനോ? ചെയ്യാൻ പറ്റാ. അല്ല ഇത് ഇതിനകത്തൊരു പെടുന്നൊരു പക്കി പറന്ന് കയറിയായിരുന്നേ. ആണല്ലേ? ഹാപ്പി ബർത്ത്ഡേ. താങ്ക് യു അലീന. അല്ല ജെനി. എനിക്ക് സത്യം പറഞ്ഞ എന്റെ ജനിച്ച ദിവസം ജെനി എനിക്കൊരു ബർത്ത്ഡേ ഗിഫ്റ്റ് ജനിക്കാൻ വേണ്ടി കാത്തിരുന്ന് തന്ന പോലെ ഉണ്ട് കേട്ടോ. സത്യം ജനിച്ചാ മതിയായിരുന്നു ജെനിയുടെ കൂടെ. എനിക്ക് ഒരുമിച്ച് ബർത്ത്ഡേ ആഘോഷിച്ച് ആഘോഷിക്കായിരുന്നല്ലോ ജെനി. ഇതിപ്പോ ഷുഗർ കട്ടാണ്, എന്നാലും പ്രശ്നമില്ല. കുറച്ച് കേക്കാവാം. ഞാൻ ഒന്ന് ഓടിക്കോട്ടെ? ഓടാനല്ല, ഊതിക്കോട്ടെ ക്യാൻഡിൽ. അണയുന്നില്ലല്ലോ. ഇതൊരു അണയ വിളക്ക് പോലെ ഇരിക്കട്ടല്ലേ? അപ്പോ താങ്ക് യു സോ മച്ച്. ഇത്രയും നല്ലൊരു ബർത്ത്ഡേ കേക്ക് കിട്ടുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല ജെനി. അപ്പോ ഇനി അടുത്ത വർഷം ജനിക്കുന്ന സമയമാകുമ്പോ ഞാൻ വന്നേക്കാം കേട്ടോ. താങ്ക് യു. ഇനി അവിടെ ശരിയാകത്തില്ല. അയ്യോ
ഇറങ്ങട്ടെ എങ്ങനെ പെട്ടെന്ന് ഇത്. അതെ ഞാൻ എന്തോ എടുക്കാൻ മറന്നായിരുന്നു കേട്ടോ. നീ പോയില്ലേ കണ്ണാ? കണ്ണാ ഞാൻ ഇറങ്ങാം. ഇതെങ്ങനെ എണീറ്റിക്കുന്നേ നീ? എനിക്കൊന്ന് ലെഫ്റ്റ് കൺട്രോളോ എനിക്ക് റൈറ്റ് കൺട്രോളോ നോക്ക്. കൺട്രോളാണ് ഇവിടുത്തെ Right പ്രശ്നമേ. അതാ ആ Head ഓക്കെ control ഇപ്പൊ കൺട്രോൾ ചെയ്തി. അല്ലേ ചില സമയം കൺട്രോൾ ഇട്ടാ ഭയങ്കര പാടാ കണ്ണാ. നമുക്ക് ഇറങ്ങിയാലോ? അല്ല ഞാൻ ഇവിടെ ബാത്റൂമിൽ എനിക്കിത് പെട്ടെന്ന് അർജന്റ് ബാത്റൂമിൽ കയറിയല്ലോ വെച്ച്. ഓക്കെ ഞാൻ പിന്നേ ഇറങ്ങും. ഈ കഴിവേറി എന്നെ കൊണ്ട് ആഭാസത്തരം ചെറ്റ വർത്താനം കാണിക്കാൻ വേണ്ടിട്ട്. നീ മുള്ളി തീർന്നിട്ട് വേണം എനിക്കൊന്ന് മുള്ളാൻ. ആ ജെനി മുള്ളില്ലേ? ഇല്ല ഞാൻ അങ്ങനെയില്ല. അതല്ല നേരത്തെ ഫോണിൽ വിളിച്ചപ്പോ. അത് അർജന്റ് ആയിരുന്നു. അത് പോയി ഇതൊക്കെ ബസ്സിൽ പോയിട്ട് വന്നതല്ല. ആണല്ലേ? പിന്നെ ജെനി എന്നാ ജനിച്ചത്? ഞാൻ ഒക്ടോബർ ആണോ? ഓക്കെ കണ്ണാ ഞാൻ മുള്ള വെച്ചത് ഈ ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നേ. നിനക്കെന്തോ ഇറ്റിട്ടാണോ പോകുന്നത്? ഫുള്ളായിട്ട് ഒഴിച്ചിട്ട് വാഴാ കഴിവേരി. എനിക്കിവിടെ ഒരു സെക്കൻഡ് നിന്നാ ശരിയാവൂലേ നീ? അല്ലത് അപ്പോ പിന്നെ അപ്പോൾ താങ്ക് യു സോ മച്ച്. സത്യം പറഞ്ഞാൽ ഇത് ഇത്രയും ഒരു ബർത്ത്ഡേ കേക്ക് വീട്ടിൽ വിളിച്ച് ഗിഫ്റ്റ് തരാൻ മാത്രം ഒരു ഇതാരും എന്നോട് ഇന്ന് കാണിച്ചിരുന്നില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോ ഒരു മിനിറ്റ് പറഞ്ഞായിരുന്നോ? അല്ല 1 മിനിറ്റ് എന്ന് പറഞ്ഞു. ഒരു ഫോൺ വന്നായിരുന്നേ. അങ്ങനെ ഓക്കെ അതെ. എനിക്കിപ്പോ സത്യം പറഞ്ഞു കഴിഞ്ഞാലേ ഇത് എങ്ങനെ പറയുന്നറിയില്ല. എനിക്ക് സത്യം പറഞ്ഞാൽ ഫസ്റ്റ് ടൈമാണ് ഒരു ബർത്ത്ഡേ കേക്ക്, അതും ഒരു അപ്പാർട്ട്മെന്റിലും, അത് ഒരു ഒറ്റ മുറിയും ഒറ്റ ബാത്റൂമും ഉള്ള സ്ഥലത്ത് വെച്ച് ഒരാൾ തരുന്നത്. നമുക്ക് അത്രയും പൈസ ഒന്നും ഇല്ലല്ലോ. അതല്ല അങ്ങനെയല്ല പറഞ്ഞത്. എനിക്ക് ചെറിയ കൊച്ചു സന്തോഷങ്ങളിലാണ് ഇഷ്ടം, മനസ്സിലില്ലേ? അതായത് വലിയ ആഗ്രഹങ്ങളൊന്നുമില്ല. എനിക്ക് ഒരു ചെറിയ കാർ, ഒരു ചെറിയ ബൈക്ക്, ഒരു ചിന്ന വീട്, ഇത് ഇത്രയും പോലത്തെ മിനിമൽ ആയിട്ടുള്ള ആഗ്രഹങ്ങൾ മാത്രമേ എനിക്ക് ഉണ്ടായിട്ടുള്ളൂ എന്നും. അതെ അപ്പൊ അല്ല ഡബിൾ മീനിങ് അല്ല, ശരിക്കും ശരി ഇതുപോലത്തെ ചെറിയ കുട്ടി വീട് അതേ ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ, ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളൂ. അപ്പോ എനിക്ക് ഏറ്റവും വലുത് എന്റെ മുരളിയാണ്. പിന്നെ ഇവിടെ എന്നെ കൊണ്ടുവന്നത് ഈ നാരി കണ്ണാപ്പിയാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരു കുട്ടിക്ക്, വയ്യാത്തൊരു കുട്ടിയെ കൊണ്ട് കേക്ക് മുറിപ്പിക്കാനും പിന്നെ ആ കുട്ടിയെ കൊണ്ട് കേക്ക് കട്ട് ചെയ്ത് കഴിക്കുന്ന കുട്ടിയുടെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറഞ്ഞത് കൊണ്ട് മാത്രം വന്നതാണ്. അതെ അല്ല ഇത് അതെ കണ്ണാപ്പി. പക്ഷെ ഞാൻ ഒരു കാര്യം പറയാം, കണ്ണാപ്പി വളരെ മോശമായിട്ട് ആണ് സത്യം പറഞ്ഞ കുട്ടിയെ പറ്റി പറഞ്ഞിരുന്നത്. പക്ഷെ എനിക്കറിയാം എത്ര മോശപ്പെട്ടൊരു കുട്ടിയെ നന്നാക്കാനുള്ള ഒരു കഴിവ് എനിക്കുണ്ട്, മനസ്സിലായില്ലേ? കണ്ണാപ്പി എന്താ പറഞ്ഞേ? കണ്ണാപ്പി പറഞ്ഞു അത് കുട്ടിയുടെ സൗണ്ടിനെ പറ്റി എന്തോ സംസാരിക്കുന്നുണ്ടായി കണ്ണാപ്പി. പിന്നെ ഈ വീട്ടില് വിളിച്ചോണ്ട് വന്ന് ഒറ്റയ്ക്ക് റൂമിൽ കയറ്റിയിട്ട് എന്തൊക്കെയോ അനാവശ്യമായി കുറെ കാര്യങ്ങൾ. എനിക്ക് പക്ഷെ ഞാൻ ഒരു മാന്യനാണ്, അറിയാലോ. അപ്പോ അതുകൊണ്ട് ഞാൻ ഉറപ്പായിട്ട് ഞാൻ അതിൽ യോജിച്ചു പോകുന്നില്ല. അപ്പോ കണ്ണാപ്പി എന്നെ വിളിച്ചു പറഞ്ഞു ബോസിന്റെ ബർത്ത്ഡേ എന്ന് പറഞ്ഞു. അത്രയല്ലേ ഉള്ളൂ. പിന്നെ കണ്ണാപ്പി ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ, ഇവൻ ഒളി ക്യാമറ സ്പെഷ്യലിസ്റ്റ് ആണ്. എന്നാ സ്വന്തം ക്യാമറ പുറത്ത് കാണുന്നുള്ള ബുദ്ധി പോലും ഇല്ലാത്തൊരു ബുദ്ധിയില്ലാത്ത ഒളി ക്യാമറ സ്പെഷ്യലിസ്റ്റ്. അത് പറയുമ്പോ ചിലപ്പോ അവൻ ക്യാമറ മാറ്റും, അത്രയ്ക്കുള്ള ബുദ്ധിയുള്ളൂ. ഒറ്റ തന്തയ്ക്കല്ലല്ലോ പറഞ്ഞത്, അതുകൊണ്ടുള്ള പ്രശ്നമാണ്. മാറിക്കോളും ഒരു 5 ഉള്ളിൽ ഒരു 5 തന്ത ശരിക്കും വെളിയിൽ വരുമ്പോ മാറിക്കോളും. ഇതെങ്ങനെയാ അങ്ങനെ? ഇടാ കണ്ണാപ്പി വീഡിയോ എടുക്കുന്നതാ, നിങ്ങളാരും കണ്ടില്ലേ? ഇവൻ വെളിയിരുന്ന് കണ്ണാപ്പി കലവിട്ടായിരുന്നു, തിന്നെ വീരുന്നു. കണ്ണാപ്പി നിന്റെ ക്യാമറ തള്ളിയിരിക്കുന്ന നിനക്ക് തള്ളിയിരിക്കാൻ പിന്നെ പ്രത്യേകിച്ച് വേറെ ഒന്നുമില്ലല്ലോ. ആ ക്യാമറയെങ്കിലും ഉണ്ടല്ലോ കണ്ണാപ്പി. ഞാൻ കൈ പൊക്കിയപ്പോഴാണ് ഞാൻ കണ്ടേ. അയ്യോ എനിക്കൊന്ന് കണ്ണാപ്പി ബാത്റൂമിൽ കയറിയ സമയത്ത് സോപ്പിൽ എങ്ങനെ കല ചവിട്ടി.
ഇവൻ ചത്തോ? വീഴുക. ചത്തു. ഓ ഭാഗ്യം. ചത്തില്ലെങ്കിൽ ഒന്നും കൂടി വെടിവെച്ച് കൊന്നു നോക്കട്ടെ. ചത്തെങ്കിൽ കണ്ണാ വെടിവെച്ച് കൊന്നു നോക്കട്ടെടാ. തോന്നുന്നു. അയ്യോ. ചത്തു. ഇപ്പൊ ശരിക്കും ചത്തു. പോയിട്ട് വരാം കേട്ടോ. നമുക്ക് പോവാം. പോയിട്ട് വരാം. ചത്ത ശവത്തിന് എന്തിനാ കൂട്ടിരിക്കുന്നേ? ഹാക്കു കുട്ടാ താങ്ക് യു സോ മച്ച് ഫോർ ദ $50 ഹാക്കു താങ്ക് യു സോ മച്ച് ഡാ. എടാ ഹാക്കു ഒക്കെ വലിയ ആളായി കേട്ടോ. അപ്പൊ സാലറി ഒക്കെ വാങ്ങിച്ച് വലിയ ആളായേ. ഹാക്കു താങ്ക് യു സോ മച്ച്. ഹലോ പറഞ്ഞോ. നമ്മുടെ കൂടെ വന്നൊരു പയ്യൻ മരിച്ചായിരുന്നു കേട്ടോ. അപ്പൊ ഇനി റൂമിൽ നിന്ന് എടുക്കണോ? വേണ്ട ബോഡി അത് എത്തിച്ചേക്കും. അത് നമ്മുടെ നാട്ടിൽ എത്തിച്ചേക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. അത് സംഭവം കുളിക്കുന്നതിന്റെ ഇടയിൽ കാല് വഴുതി കക്കൂസിനകത്ത് തല പോയി കുടുങ്ങി ചെറുതാ. അതുകൊണ്ട് പ്രശ്നമില്ല. തീട്ട ചവയിരിക്കും ഈ തലയ്ക്ക്. നല്ല സ്മെല്ലായിരിക്കും. സ്ക്രോൾ ആണ് അവിടെ ചെയ്യേണ്ടത്. ഇംതിയാസ് ബ്രോ അങ്ങ് കൊടുക്കുമാരേട്ടാ. ഇംതിയാസ് ബ്രോ അവ അവിടെ എന്നെ ട്രാപ്പ് ചെയ്യാൻ ഉദ്ദേശിച്ചത്. ഞാൻ ജസ്റ്റ് മിസ്സിന് ക്യാമറ കണ്ടോണ്ട് മാത്രം ഞാൻ തല ഊരിയതാ. നിങ്ങളത് കണ്ടില്ലേ ക്യാമറ? ഞാൻ ക്യാമറ കണ്ടോണ്ടാ മാറ്റി പറഞ്ഞ. ഞാൻ കൈപൊക്കി ഹഗ് ചെയ്യാൻ പോയതാ. അല്ല മഞ്ഞ ഷർട്ട്. അപ്പൊ ജിനി ഇങ്ങോട്ടേ. എനിക്ക് ശരിക്കും പറഞ്ഞാലേ നമ്മുടെ ആ റൂമിൽ കുടുക്കിയിട്ട് നമ്മൾ തമ്മിലുള്ള അനാവശ്യമായി എന്തെങ്കിലും ഉണ്ടാക്കിയെടുത്ത് വീഡിയോ എടുത്ത് പ്രചരിപ്പിക്കാൻ നോക്കിയതാണ് ശരിക്കും കണ്ണാപ്പി. സത്യം. അപ്പൊ ആലോചിച്ച് നോക്കണം ജിനി. അത് എങ്ങനെ ജിനിയുടെ പൂച്ചറിനെ പറ്റി ഒന്ന് ആലോചിച്ച് നോക്കിയോ അവൻ. പക്ഷേ ആ സമയത്ത് എന്റെ ഒരു ബുദ്ധി കൊണ്ടാണ് ഞാൻ ജെനി രക്ഷപ്പെടുത്തിയത്. അതിന് നന്ദിയൊന്നും വേണ്ട. താങ്ക് യു സോ മച്ച്. ഓക്കെ ജെനി. അപ്പോൾ പോയിട്ട് വരാം. താങ്ക് യു സോ മച്ച് ജെനി. താങ്ക് യു സോ മച്ച്. ഇല്ല ഞാൻ എന്തായാലും അങ്ങോട്ട് പോയിട്ട് വരാം. നന്ദിയൊന്നും വേണ്ട കേട്ടോ. ഓക്കെ. രണ്ട് നടന്നില്ലേ? ആവശ്യമില്ല നടന്നില്ലേ? എല്ലാ കാര്യവും നടന്നില്ലേ? ഫ്രീ ആണെങ്കിൽ വിളിക്കുക കേട്ടോ. ഞാൻ ഇതിനു വേണ്ടി ഫ്രീ ആവേണ്ടി വരുവാടനെ. ഞാൻ വിളിക്കുന്നുണ്ട് എന്തായാലും. ഓക്കെ മണി മുല്ലാക്ക കേര്.